Hi everyone, now we are going to learn about target ROAS, അതായത് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. അപ്പോൾ എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. ടാർഗറ്റ് റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ബിഡിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഗൂഗിൾ വിൽ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ കൺവേർഷൻസ് ആൻഡ് കൺവേർഷൻ വാല്യൂ പെർഫോമൻസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു എൻഡർ ഓപ്ഷൻ. നമ്മൾ ടാർഗറ്റ് CPC ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തല്ലേ, CPA ഒക്കെ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ടാർഗറ്റ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗൂഗിൾ AI പ്രെഡിക്റ്റ് ചെയ്യും എങ്ങനെയാണ് കൺവേർഷൻസ് വരുന്നത്, ഈ കൺവേർഷൻ വാല്യൂവിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഗൂഗിളിന്റെ AI പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ റിട്ടേൺ ആഡ് സ്പെൻഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ കൺവേർഷൻ വാല്യൂ ബൈ കോസ്റ്റ്. ടോട്ടൽ കൺവേർഷൻ വാല്യൂ ബൈ കോസ്റ്റ്, എത്ര കൺവേർട്ടഡ് ആയി, നമുക്ക് ടോട്ടൽ റവന്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, അതിനെ ടോട്ടൽ സ്പെൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് കിട്ടുന്നത് അല്ലെ. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. ആഡ് സ്പെൻഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തോരം റിട്ടേൺ കിട്ടും, റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞാൽ റവന്യൂ കിട്ടി അല്ലെ. അപ്പൊ ടോട്ടൽ കൺവേർഷൻ വാല്യൂ, അപ്പൊ ഈ കൺവേർഷൻ ആക്ഷൻ ഒക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ ടാർഗറ്റ് ROAS നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ടാർഗറ്റ് ROAS സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ് കൺവേർഷൻ വാല്യൂ, ഓരോ കൺവേർഷൻസിനും ഓരോ വാല്യൂ ഒക്കെ നമുക്കിപ്പോ പല പല പ്രൊഡക്ട്സ് ആണ്. നമുക്കൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ആണെങ്കിൽ നമുക്ക് കുറെ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും, ഓരോ പ്രൊഡക്ട്സിനും ഒരു കൺവേർഷൻ വാല്യൂ ഉണ്ടാവും. ഈ കൺവേർഷൻ വാല്യൂ ഒക്കെ നമ്മൾ കൺവേർഷൻ ആക്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു വേരിയബിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടാർഗറ്റ് റോസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ടോട്ടൽ കൺവേർഷൻ വാല്യൂ ബൈ കോസ്റ്റ് അല്ലെ. അപ്പോൾ നിങ്ങൾ ഒരു സിനാരിയോ എടുക്കാം. 1 lakh നിങ്ങൾ സ്പെൻഡ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയത് 10 lakh ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? 10 lakh divided by 1 lakh അല്ലെ. 10 lakh divided by 1 lakh എന്ന് പറഞ്ഞാൽ 10, അതായത് 10 times റിട്ടേൺ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഈ ഒരു റിട്ടേൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എന്തോരം റിട്ടേൺ വേണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ടാർഗറ്റ് ROAS സെറ്റ് ചെയ്യാം. അപ്പൊ അതിനും നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ വേണം. ഗൂഗിൾ ആഡ് അക്കൗണ്ടിന് നിങ്ങൾ കുറച്ച് റൺ ചെയ്ത് കുറച്ച് അധികം കൺവേർഷൻസ് ഒക്കെ ആഡ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ ടാർഗറ്റ് ROAS സെറ്റ് ചെയ്ത് ഗൂഗിളിന് ഒരു ഫ്യൂച്ചർ കൺവേർഷൻ വാല്യൂ ഒക്കെ മനസ്സിലാക്കി പെർഫോമൻസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ടു സെറ്റ് ദ കൺവേർഷൻ ആക്ഷൻസ്. അതേപോലെ തന്നെ കൺവേർഷൻ വാല്യൂ മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്റേഴ്സും നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. Okay, now we have learned about target ROAS, target ROAS, target ROAS, and next we are going to learn about maximize conversions. Thank you.